നിങ്ങളൊരു കാര്യം ചിലപ്പോഴൊക്കെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ജീവിതത്തിന് നേരെ അപവാദങ്ങളും നിന്ദകളും ദുഷികളൊക്കെ കയറി വരുമ്പോഴേ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഞാനിവിടെ കൊണ്ട് തീർന്നു പോയെന്ന്. നിങ്ങളെ തീർത്ത് കളയാനല്ല, നിങ്ങളെ ഒന്നും കൂടെ പണിയാണ്. ദൈവമേ, ഞാൻ തോറ്റുപോയല്ലോ. ഇല്ല, നീ തോറ്റതല്ല, ദൈവം നിന്നെ തോൽപ്പിച്ചത്. നിന്നെ തോൽപ്പിച്ചത് നീ മുടിഞ്ഞു പോകാനല്ല, നിന്നെ പണിതെടുക്കാനാണ്. യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുന്നു, നീ അസ്ഥിയുടെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ല്, നീ അവയോട് പ്രവചിക്കും. ഇന്ന് പകൽ നിന്റെ തോൽവിയുടെ മേഖലയിൽ നിന്റെ അധരം തുറന്ന് നീ കൽപ്പിക്കുക. അതിന് മാംസമുണ്ടാകട്ടെ, അതിന് മജ്ജ ഉണ്ടാകട്ടെ, അതിന് ഞരമ്പുകൾ പിടിക്കട്ടെ. ആമേൻ. ഇല്ലാത്തതൊക്കെ അതിനകത്ത് ഉളവാകട്ടെ, അതൊരു വലിയ സൈന്യമായി മാറട്ടെ എന്ന് നിന്റെ അധരം കൊണ്ട് നീ കൽപ്പിക്കുക. ഇന്ന് പകൽ ജീവനില്ലാത്തതിന് മേൽ ജീവൻ പകരുന്ന യേശു ഇന്ന് പകൽ നിനക്കു വേണ്ടി ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചെകിടന് കേൾവി കൊടുത്തവൻ ഊമൻ സംസാരിച്ചെങ്കിൽ, മരിച്ചവർ ഉയർത്തെങ്കിൽ, മുടന്തൻ നടന്നെങ്കിൽ, രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം നിലച്ചെങ്കിൽ, കുഷ്ഠരോഗിയുടെ കുഷ്ഠം മാറിയെങ്കിൽ, ആമേൻ. ഇന്ന് പകൽ നിനക്കു വേണ്ടി ഒരു അത്ഭുതം, നിനക്കു വേണ്ടി മാത്രം, പ്രിയപ്പെട്ടവരെ, നിനക്കു വേണ്ടി മാത്രം എൻ്റെ ദൈവം ഒരത്ഭുതം ഇന്ന് പകൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. നീ അത് വിശ്വസിക്കുക. ആമേൻ. വർഷങ്ങളായി അടഞ്ഞ് കാട് പിടിച്ച് കിടന്ന വിഷയം, ആരും മൈൻഡ് ചെയ്യാത്ത വിഷയം, ഇന്ന് പകൽ നിനക്ക് വേണ്ടി മാത്രം തുറന്ന്, നിനക്ക് വേണ്ടി മാത്രം തുറന്ന്, നിനക്ക് വേണ്ടി മാത്രം തുറന്ന് ഒരത്ഭുതം വെളിപ്പെടാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിൻ്റെ പകലായിരിക്കും. ഗോഡ് ബ്ലെസ് യു.